ഇത് തൃശൂർ ജില്ലയിലെ തിരുവല്ലമല കണിയാർകോട് ഗ്രാമം. ഇവിടെയാണ് കേരളത്തിന്റെ തന്നെ മാതൃക കർഷകനായ ജയചന്ദ്രന്റെ കൃഷിയിടം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ പൊന്നാക്കി മാറ്റുന്ന ഈ കർഷകന് 8 ഏക്കർ വരുന്ന തന്റെ കൃഷിയിടത്തിൽ ഇല്ലാത്ത കൃഷികൾ ഒന്നും തന്നെയില്ല. കറിവേപ്പില മുതൽ കാന്താരി വരെ നീളുന്നു ഇദ്ദേഹത്തിന്റെ കൃഷി. കാർഷിക കുടുംബാംഗമായ ജയചന്ദ്രൻ 18ാം വയസ്സിലാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അച്ഛന്റെ പാത പിന്തുടർന്നാണ് കൃഷിയിലേക്ക് എത്തിയതെങ്കിലും പരീക്ഷണങ്ങളിലായിരുന്നു ജയചന്ദ്രന് താല്പര്യം. തെങ്ങും കവുങ്ങും ജാതിയും കൊക്കോയും റബ്ബർ മാത്രമായിരുന്നു ആദ്യകാല കൃഷി. ഇവിടെ 50 സെന്റിൽ നെൽകൃഷി ചെയ്തു വരുന്നു. കാലിവളത്തോടൊപ്പം യൂറിയയും പൊട്ടാഷ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജ്യോതി, ജയ എന്നിവയാണ് പ്രധാന നെല്ലിനങ്ങൾ. തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ, വാഴ എന്നിവ ഇടവിട്ട് കൃഷി ചെയ്തിരിക്കുന്നു. ഒരു കൊല്ലം മാത്രം പ്രായമായ 1.5 ഏക്കറിലെ റബ്ബർ തൈകളുടെ കൂടെയാണ് പച്ചക്കറികൾ വളരുന്നത്. എനിക്ക് ഇവിടെ ഒരു 7 ഏക്കർ സ്ഥലമുണ്ട് മൊത്തം. അതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒരു കൃഷികളുമില്ല. തെങ്ങ്, കമുക്, ജാതി, കൊക്കോ, കുരുമുളക്, പിന്നെ ഫലവൃക്ഷങ്ങളെല്ലാം ഉണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഉണ്ട്, പച്ചക്കറികളെല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരു വിളകളും ഇല്ല ഇവിടെ. ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം, അതുപോലെ വാഴകൾ, പല വെറൈറ്റി വാഴകൾ, നാടൻ ഇനങ്ങളെല്ലാം ഉണ്ട്. അതിന് പുറമെ ആഫ്രിക്കൻ ഇനങ്ങളായ യങ്ങാമ്പി, പൊപ്പോല്, ഫിയാത്രി, ബിഗ്യമാങ്ക, സാൻസിബാർ, അങ്ങനെ വെറൈറ്റി വാഴകളെല്ലാം ഉണ്ട്. പിന്നെ അതിന് പുറമെ ഫാം നടത്തുന്നുണ്ട്. പശുവാട്, പന്നി, കോഴി, താറാവ് എന്നിവിടെ ഫാം നടത്തുന്നുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാ കൃഷികളും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. കാലിവളം, ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറി, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങൾ മാത്രമേ ഇദ്ദേഹം ഇവയ്ക്ക് നൽകാറുള്ളൂ. വളപ്രയോഗത്തിൽ എന്ന പോലെ ജൈവ കീടനാശിനിയാണ് പ്രയോഗിക്കാറുള്ളത്. പാൽക്കായം, വെളുത്തുള്ളി, പുകയില കഷായം, സ്യൂഡോമോണസ്, ബോറോമിശ്രിതം എന്നിവയാണ് കീടബാധയെ ചേർക്കാൻ ഉപയോഗിക്കുന്നത്. രോഗം വന്ന് ചികിത്സ തേടുന്നതിനേക്കാൾ രോഗത്തിന് മുൻപേ പ്രതിരോധം എടുക്കുന്നതാണ് ജയചന്ദ്രന്റെ രീതി. അതുകൊണ്ട് 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഒരിക്കലെങ്കിലും കീടനാശിനി പ്രയോഗിച്ചിരിക്കും. പച്ചക്കറിയുടെ കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഫെറമോൺ കെണി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ചെടി നടുന്ന പച്ചക്കറിയുടെ മിക്കവാറും ചുവടുകളിലെല്ലാം നമ്മൾ ചെണ്ടുമല്ലി നടാറുണ്ട്. ചെടികൾ, പൂ, മഞ്ഞ. അപ്പോൾ ഓരോ കീടങ്ങൾ അതിനെ ആകർഷിക്കും. അത് നമ്മൾ നട്ട് നോക്കിയപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കീടങ്ങൾ കൂടുതലും അതിനെ ആകർഷിക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് ദോഷം വരാറില്ല. അതൊരു നല്ലൊരു പ്രയോഗമാണ്. ഇതിനു പുറമെ മട്ടുപ്പാവിലും പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. ജയചന്ദ്രന്റെ മറ്റൊരു പ്രധാന മേഖല മൃഗപരിപാലനമാണ്. മികച്ച ക്ഷീര കർഷകനായ ഇദ്ദേഹത്തിന് HF ജേഴ്സി ഇനത്തിൽപ്പെട്ട കറവയുള്ള 8ഓളം പശുക്കളുണ്ട്.
ഇതിൽ നിന്ന് നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്. തൊഴുത്ത് നിർമ്മാണം വളരെ ശാസ്ത്രീയമായ രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. അത് അതിൽ തന്നെ ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന മാറ്റുകളും മറ്റു ഇതും ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തന്നെ മറ്റു അകിടുവീക്കം പോലുള്ള മറ്റു അസുഖങ്ങൾ വളരെ കുറവാണ് ഇവിടെ കണ്ടുവരുന്നത്. പശുക്കളിലെ പാൽ വിതരണം പ്രധാനമായും അദ്ദേഹം നടത്തുന്ന അടുത്തുള്ള ആപ്കോ സൊസൈറ്റിയിൽ ആണ് നൽകാറുള്ളത്. പിന്നെ അടുത്തുള്ള വീടുകളിലും നൽകാറുണ്ട്. ആട്ടിൻ പാൽ അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നില്ല. പ്രധാനമായും അദ്ദേഹം അതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആട്ടിൻകുട്ടികളെ നല്ല രീതിയിൽ പാൽ കൊടുത്ത് വളർത്തി കുട്ടികളുടെ വളർച്ചയും അവയുടെ എണ്ണവും പരമാവധി ലഭിക്കത്തക്ക രീതിയിൽ ലഭിച്ചതിന് ശേഷം അത്തരം കുട്ടികളെ മാർക്കറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയെടുക്കുന്നത്. തൊഴുത്തിൽ നിന്നും മറ്റുമുള്ള അവശിഷ്ടങ്ങൾ പ്രത്യേകം ചാലുകളിൽ കൂടി ഒഴുക്കിവിട്ട് കുളത്തിൽ എത്തിക്കുകയാണ് പതിവ്. ഇതുമൂലം കൃഷിഭൂമി എപ്പോഴും ഈർപ്പമുള്ളതും വളക്കൂറുള്ളതുമായിരിക്കും. ഇതോടൊപ്പം കാലി അവശിഷ്ടം മത്സ്യത്തിന്റെ തീറ്റയായി മാറുന്നു. ഫാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ വളമാണ് മെയിൻ. പറമ്പിൽ കൃഷികൾക്കെല്ലാം വേണ്ട വളങ്ങൾ ഇഷ്ടംപോലെ സ്ലറി ആയാലും മണ്ണിര കമ്പോസ്റ്റ് ആയാലും കിട്ടും. വാഴ ആണെങ്കിൽ അതിൻ്റെ ഒരു വേസ്റ്റ് പോലും കളയാതെ പിണ്ടി പോലും കളയാതെ നമുക്ക് വളമാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഫാമിൽ നിന്ന് പോകുന്നതെല്ലാം വളമായിട്ട് നമുക്ക് സ്ലറി ആയിട്ട് ഓരോ കൃഷിയുടെയും ചുവട്ടിലെത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് കൃഷി ചെയ്താലും ലാഭമാണ്, ലാഭത്തിൽ തന്നെ പോകുന്നത്. കണ്ടമാനം മുതൽ മുടക്കില്ലാതെ നമ്മുടെ പറമ്പിലുള്ള വെള്ളവും വളവും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതിനാണ് ഒരു ലാഭം. മൃഗപരിപാലനത്തിന്റെ ചുമതല പൂർണ്ണമായും ഭാര്യ ശ്യാമളയ്ക്കാണ്. തൊട്ടടുത്തായി ഉയരത്തിൽ കൂടുകെട്ടി ആടിനെയും സംരക്ഷിക്കുന്നു. വിവിധ ഇനത്തിൽപ്പെട്ട 30ഓളം കോഴികളാണ് ഇവിടെയുള്ളത്. ഇവയിൽ നിന്ന് ധാരാളം മുട്ടകളും ലഭിക്കാറുണ്ട്. ഇതിനു പുറമെ ഗിനി, ടർക്കി, വാത്ത എന്നിവയുമുണ്ട്. പന്നികളെയും ഇവിടെ ധാരാളമായി കാണാം. മൃഗസംരക്ഷണ മേഖലയിൽ പശു വളർത്തൽ, പന്നി വളർത്തൽ, ആട് വർഗ്ഗങ്ങളുടെ വളർത്തൽ, കോഴി വർഗ്ഗങ്ങളുടെ വളർത്തൽ, ഇങ്ങനെ മറ്റു തീറ്റപ്പുൽ കൃഷി തുടങ്ങിയ എല്ലാ രീതികളിലുള്ള പ്രവർത്തനങ്ങളും ഇദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അവയുടെ എല്ലാം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ് ഇത് പ്രധാനമായും നടത്തിക്കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, വാക്സിനേഷനുകൾ, കുരക്ഷാ പദ്ധതി തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം നല്ല സഹകരണം ഉള്ളതുകൊണ്ടും കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായ പരിപാലന മുറകൾ സ്വീകരിക്കുന്നതുകൊണ്ടും രോഗങ്ങളെല്ലാം വളരെ കുറവാണ് ഇദ്ദേഹത്തിൻ്റെ ഫാമുകളിൽ നമുക്ക് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റു കാര്യങ്ങൾക്കും ചികിത്സയ്ക്കുള്ള ആവശ്യങ്ങൾക്കായി നമ്മൾ പലപ്പോഴും വളരെ അപൂർവമായി ഇവിടെ വരേണ്ടി വരാറുള്ളൂ. മറ്റു ശാസ്ത്രീയമായ പരിപാലന മുറകൾ കൃത്യമായി പാലിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ മറ്റൊരു കൃഷി നല്ല ആദായം തരുന്ന റബ്ബറാണ്. ഇവിടെ വളരുന്ന ഭൂരിപക്ഷം ചെടികളുടെയും മരങ്ങളുടെയും പച്ചക്കറികളുടെയും വിത്തുകൾ തയ്യാറാക്കുവാനായി നഴ്സറി സജ്ജീകരിച്ചിട്ടുണ്ട്. തെങ്ങ്, അടയ്ക്ക, റബ്ബർ, വാഴ, ജാതി, കൊക്കോ എന്നിവയുടെ വിത്തുകൾ മറ്റ് കൃഷിക്കാർക്കും ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നു. ജയചന്ദ്രന്റെ കൃഷിയിടത്തിൽ ഉള്ളത് എന്തെല്ലാമാണെന്നതിനേക്കാൾ ഉത്തരം ലഭിക്കാൻ എളുപ്പം എന്തെല്ലാം ഇല്ല എന്ന് ചോദിക്കുന്നതാണ്.
ഒരിഞ്ചു ഭൂമി പോലും ഇവിടെ വെറുതെ കിടക്കുന്നില്ല. എന്തിന്, തെങ്ങിൻ തടം പോലും പൈനാപ്പിൾ കൃഷിക്കായി ഉപയോഗപ്രദമാക്കി മാറ്റിയിരിക്കുന്നു ജയചന്ദ്രൻ. തെങ്ങിന്റെ തടങ്ങൾക്ക് ചുറ്റും പൈപ്പ് ലൈനുകൾക്ക് മീതെ തിട്ട പിടിച്ചതിലും കൈത നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അധിക വരുമാന മാർഗമാണ്. തെങ്ങിനിടയ്ക്കാണ് ഇതെല്ലാം നടന്നത്. തെങ്ങും കമുകും ഇടയ്ക്ക് ഇടവിളയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. റബ്ബർ തോട്ടത്തിലടക്കം ചെയ്യുന്നുണ്ട്. കൊക്കോ ആണ് നമ്മുടെ ഏറ്റവും മെയിൻ വരുമാനം. ആ റബ്ബർ തോട്ടത്തിലടക്കം കൊക്കോ ചെയ്യുന്നുണ്ട്. എല്ലാ വിളയടയ്ക്കും ഒപ്പം കൊക്കോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഡെയിലി വരുമാനമാണ്. നമ്മൾ ഏതൊരു വിളയായാലും ഇപ്പോൾ ജാതി ഒരു 7 വർഷമാവണം ശരിക്കും ആദായം കിട്ടണമെങ്കിൽ. 7 വർഷം മുതൽ മുകളിലോട്ട്. റബ്ബർ 7 വർഷമാവണം. തെങ്ങ് ഒരു 5 വർഷം കഴിയണം. കമുക് 5 വർഷം കഴിയണം. കൊക്കോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 18 മാസം കഴിയുമ്പോൾ അതിൽ ആദായമാകാൻ തുടങ്ങും. അതിന് വലിയ പരിചരണമോ കൂലിച്ചെലവോ ഒന്നും വരുന്നില്ല. വിളവെടുപ്പിന് ഒരു കൂലിച്ചെലവും വരും. നമുക്ക് സ്വന്തമായിട്ട് പിള്ളേർക്ക് വെള്ളം പറിക്കാം. പിന്നെ അതിന് തൊണ്ട് മെയിനായിട്ട് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കും നമ്മൾ. പശുവിന് തീറ്റ നമുക്കിപ്പോൾ ആഴ്ചയിൽ 7 ദിവസവും 5 ദിവസം കൊടുക്കാനുള്ള തൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വൈക്കലിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് മെയിൻ ആദായം. ഇപ്പോൾ അത് വിളവെടുക്കേണ്ട സമയമാണ്. ഇഞ്ചിയൊക്കെ ഉണങ്ങിയാണ് കൊടുക്കുന്നത്. ഇഞ്ചി മഞ്ഞളൊക്കെ ഉണങ്ങിയാണ് കൊടുക്കുന്നത്. പിന്നെ ചേന ചേമ്പ കാച്ചിലൊക്കെ അത് ഈ സമയത്താണ് വിൽക്കുന്നത്. ഇതിന് മസിൽ നമുക്ക് വില കിട്ടും. ഇപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന വിത്തിന് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. പുതുമഴ പെയ്യുമ്പോൾ ആവശ്യക്കാർക്ക് കൊടുക്കും, ബാക്കി നടും. കമുകിൽ മംഗള, മോഹിത് നഗർ, കാസർഗോഡൻ എന്നീ ഇനങ്ങളുണ്ടെങ്കിലും കാസർഗോഡനാണ് മികച്ചതെന്ന് ജയചന്ദ്രൻ പറയുന്നു. സുസ്ഥിരമായ വിളവ് നൽകുമെന്നത് തന്നെ ഇതിന് കാരണം. തെങ്ങിനും കമുകിനും ഇടവിളയായി ചേന, ചേമ്പ്, തീറ്റപ്പുല്ല്, പലയിനം ഇഞ്ചി, വാഴ, പച്ചക്കറികൾ എന്നിങ്ങനെ ഒട്ടേറെയുണ്ട്. പാക്ക കൊട്ടപ്പാക്കയും തേങ്ങ കൊപ്രയായി വിൽപ്പന നടത്തി ആദായം കൂട്ടാൻ ജയചന്ദ്രൻ ശ്രദ്ധിക്കുന്നു. തോട്ടത്തിൽ വിളയുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ ആൾക്കാരെത്തി വാങ്ങുന്നതിനാൽ വിപണനം പ്രശ്നമേ അല്ല. 32 വർഷം മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ലാമലയിലെത്തി ജീവിതം കെട്ടിപ്പടുത്ത ജയചന്ദ്രൻ തന്റെ നേട്ടങ്ങൾക്കെല്ലാം ആധാരം കൃഷിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കൃഷിക്കൊപ്പം തന്നെ മൃഗസംരക്ഷണവും അനുബന്ധ മേഖലയായി ചെയ്യുന്നതുകൊണ്ട് ജൈവ കൃഷി രീതിയിലൂടെ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടാതെ തന്നെ കൃഷി വളരെ ആദായകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. കൃഷി ഒരു പ്രാർത്ഥനയാക്കിയ ജയചന്ദ്രനെ തേടിയെത്തിയ പുരസ്കാരങ്ങൾക്ക് കണക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ, കാർഷിക മേഖലയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള കർഷകരത്ന, ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ കർഷകത്തില്, സരോജിനി ദാമോദർ ഫൗണ്ടേഷന്റെ ജൈവ കർഷകനുള്ള അക്ഷയശ്രീ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. 2002 കർഷകശ്രീയുടെ ഫൈനലിൽ വന്ന് സെക്കൻഡ് സ്ഥാനം കിട്ടി. അതിനുശേഷം 2004 കർഷകോത്തമ അവാർഡ് കിട്ടി. 2007 കർഷകത്തിലെ അവാർഡ് കിട്ടി ഗാന്ധി സ്റ്റഡി സെൻറ്ററിന്. 2011 കർഷക രത്ന അവാർഡ് കിട്ടി. 2012 അക്ഷയശ്രീ അവാർഡ് കിട്ടി. 2014 അക്ഷയശ്രീയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 2014 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 2015 കർഷക മിത്ര അവാർഡ് കിട്ടി. അപ്പോൾ 50 ലക്ഷം രൂപയുടെ അവാർഡ് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഓരോ അവാർഡുകൾ കിട്ടുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥത നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാർഷിക സംബന്ധമായിട്ടുള്ള ഒരു 12-13 മാസികകൾ നമ്മൾ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് അറിവുകൾ കിട്ടും. എല്ലാ മാസികളും വരുന്നുണ്ട്. പരിപാടികളും കാണുമ്പോൾ ഓരോ കർഷകരുടെ കൃഷി രീതികൾ നമുക്ക് കുറേ മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദൂരദർശൻ്റെ പരിപാടികൾ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അനേകം കർഷകരുടെ കൃഷി രീതിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആ ഒരു പരിപാടി കൊണ്ട്. അതിൽ നിന്ന് ഒരാളുടെ തന്നെ കൃഷി രീതിയിൽ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്കൊരു പോയിന്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കർഷകർക്ക്. നിരന്തരം കാർഷിക പരീക്ഷണങ്ങളിലൂടെ വിജയം കൈവരിച്ച ജയചന്ദ്രൻ എന്ന ഈ കർഷകൻ കാർഷിക കേരളത്തിന് എക്കാലവും മാതൃകയാണ്. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുക, പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നല്ല കർഷകനായിട്ട് തന്നെ നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല. ഒരു കൃഷി നഷ്ടമില്ല. അതാണ് എൻ്റെ അനുഭവത്തിൽ. നമ്മളിതെല്ലാം കൃഷിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മരച്ചീനിക്ക് വിളവ് കൂട്ടാൻ മൈക്കോറൈസ. തേനീച്ച വളർത്തലിൽ പരിശീലനം. മിൽമയുടെ ലസ്സിപ്പുർ വിപണിയിൽ. മൈക്കോറൈസ വേരുകുമിൾ ചേർത്ത കൃഷിയിൽ മരച്ചീനിക്ക് വൻ വിളവ്. കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് പുതിയ പരീക്ഷണത്തിന് രൂപം നൽകിയത്. വേരുകുമിൾ മണ്ണിലെ ഫോസ്ഫറസിന്റെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും ലഭ്യത കൂട്ടുമ്പോൾ മരച്ചീനിയുടെ എണ്ണവും വലിപ്പവും കൂടും. 20% വരെ വിളവർധനയുള്ള മൈക്കോറൈസ ഇനി മുതൽ കർഷകർക്ക് പരീക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. കരുനാഗപ്പള്ളി പുതിയകാവ് ചുറ്റുമൂലയിൽ പ്രവർത്തിക്കുന്ന കോക്കനട്ട് നഴ്സറിയിൽ വേനൽക്കാല വിൽപ്പനയ്ക്കായി WCT തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. തൈ ഒന്നിന് 75 രൂപയാണ് വില. താല്പര്യമുള്ള കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0476 2 620 290. തേനീച്ച വളർത്തലിൽ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുന്നു. 2 ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ് കോഴ്സ്. ആദ്യ ബാച്ച് മെയ് 6-ാം തീയതി തുടങ്ങും. റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള അധിക വരുമാന മാർഗമായും താല്പര്യമുള്ളവർക്ക് തൊഴിൽ സംരംഭം എന്ന നിലയ്ക്കുമാണ് പരിശീലന കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0481 2 353 168. മറ്റൊരു നമ്പർ 0481 2 353 127. കേരള സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിൽ ഉമ, ജ്യോതി, കാഞ്ചന, ശ്രേയസ് തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകളും പയർ, പച്ചമുളക്, വെള്ളരി, പാവൽ തുടങ്ങിയ പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നെൽവിത്തുകൾ കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ 30 കിലോ ചാക്കുകളിലായി ലഭിക്കും. വിത്തുകൾ ആവശ്യമുള്ളവർ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. മിൽമയുടെ ലസ്സി വിപണിയിലെത്തി. മാംഗോ, പൈനാപ്പിൾ എന്നിവയുടെ ഫ്ലേവറോട് കൂടിയ 200 മില്ലി ലിറ്റർ അടങ്ങുന്ന ലസ്സിക്ക് 20 രൂപയാണ് വില. മിൽമ പാലിന് പുറമെ പാക്കറ്റിലാക്കിയ തൈര്, സംഭാരം, പേട, ഫ്ലേവേർഡ് മിൽക്ക്, ചോക്ലേറ്റ് തുടങ്ങിയവയും വിപണനം നടത്തുന്നുണ്ട്. കൂടാതെ പൊതുജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് മിൽമ തൈര്, സംഭാരം എന്നിവ ഇപ്പോൾ പേപ്പർ കപ്പുകളിലും ലഭ്യമാണ്. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച ജൈവ അരി 5 കിലോഗ്രാം 10 കിലോഗ്രാം അളവിൽ കുടപ്പനക്കുന്ന് ജൈവ വിഭവ കേന്ദ്രത്തിൽ ലഭ്യമാണ്. 10% തവിട് നിലനിർത്തി കുത്തിയെടുത്തിട്ടുള്ള അരി കിലോഗ്രാമിന് 55 രൂപ നിരക്കിൽ ലഭിക്കും. ഏറ്റുമാനൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കർഷക മിത്ര കർഷക സംഘത്തിൽ അംഗങ്ങളാകാൻ താൽപര്യമുള്ളവർക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. ആദ്യഘട്ടത്തിൽ കർഷക സംഘത്തിന്റെ മേൽനോട്ടത്തിൽ 40 വീടുകൾ തെരഞ്ഞെടുത്ത് തെങ്ങ്, പച്ചക്കറി, മുട്ടക്കോഴി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. അടുക്കള മാലിന്യം പൂർണ്ണമായും ബയോഗ്യാസാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയും നടപ്പിലാക്കും. വീട്ടിലൊരു കൽപ്പവൃക്ഷം, പച്ചക്കറി തോട്ടം, ഒരു കൂടും 5 കോഴികളും എന്നിങ്ങനെ പ്രത്യേക പേരുകളിൽ വിവിധ പദ്ധതികളും കർഷക മിത്ര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 8600 രൂപ, കോഴിക്കോട് 9000 രൂപ, തൃശൂർ 8750 രൂപ. കൊപ്ര കൊച്ചി 5855 രൂപ, കോഴിക്കോട് 5900 രൂപ, തൃശൂർ 6000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68100 രൂപ, ഗാബിൾഡ് 71100 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10200 രൂപ, ഈറോഡ് 10900 രൂപ.
കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,100 രൂപ, RSS 4ാം ഗ്രേഡ് 14,300 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,100 രൂപ, RSS 4ാം ഗ്രേഡ് 14,300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 8,600 രൂപ, കൊപ്ര 5,855 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 68,100 രൂപ, ഗാബിൾഡ് 71,100 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 12,000 രൂപ, മഞ്ഞൾ നാടൻ 12,000 രൂപ, അടയ്ക്ക പുതിയത് 18,000 രൂപ മുതൽ 19,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 190 രൂപ മുതൽ 200 രൂപ വരെ, തൊണ്ടില്ലാത്തത് 375 രൂപ മുതൽ 400 രൂപ വരെ. ജാതി പത്രി 550 രൂപ മുതൽ 925 രൂപ വരെ, ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,100 രൂപ, RSS 4ാം ഗ്രേഡ് 14,300 രൂപ, ഒട്ടുപാൽ 10,000 രൂപ, ലാറ്റക്സ് 10,500 രൂപ. കമ്പോള അവലോകനം. റബ്ബർ അവധി നിരക്കുകൾ കിലോഗ്രാമിന് 150 രൂപയായി. ആഭ്യന്തര വിപണിയിലും വിദേശത്തും ഷീറ്റ് ക്ഷാമം രൂക്ഷമായതിനാൽ വിലക്കയറ്റം തുടരുമെന്ന കണക്കുകൂട്ടലാണ് ഉൽപാദന മേഖല. വിപണി നിയന്ത്രണം സ്റ്റോക്കിസ്റ്റുകളുടെ കരങ്ങളിലാണ്. കുരുമുളക് പിന്നിട്ട് 5 ദിവസമായി സ്റ്റഡി നിലവാരത്തിലാണ്. ഉൽപാദന മേഖലയിൽ നിന്നുള്ള ചരക്ക് വരവ് കുറവാണെങ്കിലും ഇറക്കുമതി വാർത്ത വാങ്ങലുകാരെ അല്പം പിന്തിരിപ്പിച്ചു. പുതിയ ഏലക്ക സീസൺ ആരംഭിക്കാൻ ജൂലൈ വരെ കാത്തിരിക്കണമെന്ന് വ്യക്തമായതോടെ അന്തർ സംസ്ഥാന വ്യാപാരികൾ ലേല കേന്ദ്രങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. മികച്ച ഇനം ഏലയ്ക്ക കിലോ 1000 രൂപയ്ക്ക് മുകളിലാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് കൊച്ചിയിൽ കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയത് കണ്ട് മില്ലുകാർ കൊപ്ര സംഭരണം ചുരുക്കിയത് വിലയെ ബാധിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 37.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.4. കോഴിക്കോട് 38.3, 28.7. കൊച്ചി 34.6, 28.2. ആലപ്പുഴ 37.1, 28.3. പുനലൂർ 36.3, 23.5. തിരുവനന്തപുരം 35, 27.4 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.